നമസ്കാരം. ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡ്രാഫ്റ്റിംഗ് ബേസിക് ബോഡീസ്. ബോഡി മെഷർമെൻറ്റ്സ് പഠിച്ചപ്പോൾ ബോഡീസ് എന്താണെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പർ ബോഡി, അതായത് വേസ്റ്റ് ലൈൻ മുതൽ മുകളിലേക്കുള്ള ശരീരഭാഗത്തിനെയാണ് ബോഡീസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബേസിക് ബോഡീസ്? ബേസിക് ബോഡീസ് ഈസ് one of the basic patterns that comes under basic pattern set which covers the upper body part. ഇതാണ് ബേസിക് പാറ്റേൺ സെറ്റ്. ഒരു ബാക്ക് ബോഡീസ്, ഒരു ഫ്രണ്ട് ബോഡീസ്, ബാക്ക് സ്കേർട്ട്, ഫ്രണ്ട് സ്കേർട്ട്, ഒരു സ്ലീവ്, ഇങ്ങനെ 5 പാറ്റേൺ പീസസ് അടങ്ങുന്നതാണ് ഒരു ബേസിക് പാറ്റേൺ സെറ്റ്. ഇതിൽ അപ്പർ ബോഡിയെ കവർ ചെയ്യുന്ന 2 പാറ്റേൺ പീസസ് ആണ് നമ്മളിന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി ബേസിക് ബോഡീസിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് ഡാർട്സ് ടു ഫിറ്റ് ദ കോണ്ടോസ് ഓഫ് ദ ബോഡി ബട്ട് നോ അതർ ഡിസൈൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് സീം അലവൻസ്. ഇത് ഒരു ബ്ലോക്ക് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡാർട്ട് അല്ലാതെ മറ്റു യാതൊരു ഡിസൈൻ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് ഫിറ്റായി കിടക്കുന്നതിന് വേണ്ടിയാണ് ഡാർട്സ് നിർമ്മിക്കുന്നത്. ബേസിക് ബ്ലോക്സ് ക്യാൻ ബി ഡ്രാഫ്റ്റഡ് ഐദർ ബൈ പേഴ്സണൽ മെഷർമെൻറ്റ്സ് ഓർ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ്. ഒരു വ്യക്തിയുടെ അളവ് വെച്ചോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചോ ബേസിക് ബ്ലോക്സ് നമുക്ക് നിർമ്മിക്കാം. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് അതർ പാറ്റേൺസ്. മറ്റ് പാറ്റേണുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം കൂടിയാണ് ബേസിക് ബ്ലോക്ക്. ബേസിക് ബ്ലോക്ക് ഉപയോഗിച്ച് മറ്റ് പാറ്റേണുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഡ്രാഫ്റ്റിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലൈൻസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻസിൽ നിന്നാണ്. നമുക്ക് ലഭിക്കുന്ന മെഷർമെൻറ്റ്സിൽ നിന്ന് ഏറ്റവും വലിയ ലെങ്ത് വൈസ് മെഷർമെൻറ്റും ഏറ്റവും വലിയ ക്രോസ് വൈസ് മെഷർമെൻറ്റും ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതിനെ നമ്മൾ ഫീൽഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നു. അതിനുശേഷം ആവശ്യമായ മറ്റ് കൺസ്ട്രക്ഷൻ ലൈൻസ്, അതായത് ചെസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, ഹിപ്പ് ലൈൻ മുതലായവ വരയ്ക്കുന്നു. എല്ലാ വരകളും സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ 90 ഡിഗ്രി ആംഗിളിന് വരയ്ക്കണം. ഈ വരകളുടെ സഹായത്തോടെ നമ്മൾ ഗാർമെൻറ്റിൻ്റെ ഷേപ്പിംഗ് ചെയ്യുന്നു. ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അനുയോജ്യമായ ഡ്രാഫ്റ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അവസാനമായി നമ്മൾ പേപ്പറിലാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ പാറ്റേൺ പീസിനും ആവശ്യമായ എല്ലാ വിവരങ്ങളും ആ പാറ്റേൺ പീസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് അളവുകളെല്ലാം കൃത്യമാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം. ഇത് നമ്മൾ ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ബേസിക് ബോഡീസിൻ്റെ മാതൃകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും തമ്മിലുള്ള വ്യത്യാസം. ഫ്രണ്ട് ബോഡീസിൻ്റെ ആം ഹോളും നെക്കും ബാക്ക് ബോഡീസിനേക്കാളും കുറച്ചുകൂടി ആഴത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ബോഡീസിലും ബാക്ക് ബോഡീസിലും ഇടുന്ന ഡാർട്ടുകൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ബോഡീസിനും ബാക്ക് ബോഡീസിനും പ്രത്യേകം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് ഭാഗിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കലായിട്ടുള്ള 2 ഭാഗങ്ങളായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബോഡീസ് ആയാലും ബാക്ക് ബോഡീസ് ആയാലും മുഴുവനും ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് ഡ്രാഫ്റ്റ് ചെയ്താൽ മതിയാകും. അതേസമയം തുണിയിൽ വെട്ടുമ്പോൾ തുണി ആവശ്യാനുസരണം മടക്കിയിട്ട് വേണം വെട്ടുന്നത്. ഇനി നമുക്ക്
ഡ്രാഫ്റ്റിംഗിലേക്ക് കടക്കാം. മെഷർമെൻറ്റ്സ് റിക്വയർഡ്. waist length or center back length or full length 40 cm. Chest or bust 88 cm. Across shoulder 36 cm. Waist round 76 cm. Shoulder to bust point 24 cm. Bust point to bust point 18 cm. Drafting procedure. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ലൈൻ സ്ക്വയറിൽ നിന്നാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് തുടങ്ങുന്നത്. ഇവിടെ 0, 1, 2, 3 ആണ് നമ്മുടെ ഔട്ട്ലൈൻ സ്ക്വയർ. 0യിൽ നിന്നാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് തുടങ്ങുന്നത്. സ്ക്വയർ അക്രോസ് ആൻഡ് സ്ക്വയർ ഡൗൺ ഫ്രം 0. 0യിൽ നിന്ന് വലത്തേക്കും താഴേക്കും വരയ്ക്കുക. 0 to 1 ഹാഫ് ചെസ്റ്റ് പ്ലസ് 6 cm. 0യിൽ നിന്നും 1ലേക്ക് ചെസ്റ്റിൻ്റെ പകുതിയും അതിൻ്റെ കൂടെ 6 cm കൂടെ കൂട്ടി അടയാളപ്പെടുത്തുക. 0 to 2 waist length. ഇതുതന്നെയാണ് നമ്മുടെ സ്ക്വയറിൻ്റെ മറ്റു 2 വശങ്ങളും. സ്ക്വയർ ഡൗൺ ഫ്രം 1 to mark 3. 1ൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. 2 to 3 is equal to 0 to 1 and 1 to 3 is equal to 0 to 2. ഇപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് ചെസ്റ്റ് ലൈൻ. 0 to 6 1/4 ചെസ്റ്റ്. സ്ക്വയർ അക്രോസ് ടു മാർക്ക് 7. 0യിൽ നിന്ന് താഴേക്ക് 1/4 ചെസ്റ്റ് എടുക്കുക. അവിടെ നിന്ന് വലത്തോട്ട് വരയ്ക്കുക. ഇപ്പം നമ്മുടെ ചെസ്റ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ക്വയറിനെ 2ആയി ഭാഗിക്കാം. 0 to 4 1/4 ചെസ്റ്റ് പ്ലസ് 3 cm. 0യിൽ നിന്ന് 4ലേക്ക് ചെസ്റ്റിൻ്റെ 4/1 അതിൻ്റെ കൂടെ 3 cm കൂടെ കൂട്ടി അടയാളപ്പെടുത്തുക. സ്ക്വയർ ഡൗൺ ടു മാർക്ക് 5. 4ൽ നിന്ന് താഴെ 5ലേക്ക് വരയ്ക്കുക. ഇപ്പോൾ സ്ക്വയർ 2ആയി ഭാഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം ബാക്ക് ബോഡീസും രണ്ടാമത്തെ ഭാഗം ഫ്രണ്ട് ബോഡീസിനും ഉപയോഗിക്കുന്നു. അടുത്തത് നെക്ക്. 0 to 8 1/12 ചെസ്റ്റ് ഫോർ മാർക്കിംഗ് ബാക്ക് നെക്ക് വിഡ്ത്ത്. 0യിൽ നിന്ന് 8ലേക്ക് ചെസ്റ്റിൻ്റെ 1/12 എടുത്ത് അടയാളപ്പെടുത്തുക. അതേ അളവ് തന്നെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് 1ൽ നിന്നും 9ലേക്ക് എടുക്കുക. 1 to 9 is equal to 0 to 8. 0 to 10 is equal to 2 cm. 0യിൽ നിന്ന് 10ലേക്ക് 2 cm എടുത്ത് അടയാളപ്പെടുത്തുക. ഡ്രോ ബാക്ക് നെക്ക് കർവ് 8 to 10. ബാക്ക് നെക്ക് വരയ്ക്കുന്നതിന് വേണ്ടി 8നെ 10നോട് യോജിപ്പിക്കുക. 1 to 11 is equal to 1/12 ചെസ്റ്റ് പ്ലസ് ഹാഫ് cm. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് 1ൽ നിന്നും 11ലേക്ക് ചെസ്റ്റിൻ്റെ 1/12 അതിൻ്റെ കൂടെ 1/2 cm കൂടെ കൂട്ടി അടയാളപ്പെടുത്തുക. ഡ്രോ ഫ്രണ്ട് നെക്ക് കർവ് ബൈ ജോയിനിങ് 9 to 11. 9നെയും 11നെയും ബന്ധിപ്പിച്ച് ഫ്രണ്ട് നെക്ക് വരയ്ക്കുക. ഇപ്പോൾ നമ്മളുടെ നെക്ക് കർവ് കംപ്ലീറ്റ് ആയി. ഈ 2 നെക്ക് വരയ്ക്കുന്നതിനും ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം. അടുത്തത് ഷോൾഡർ. 0 to 12 ഹാഫ് ഷോൾഡർ. 0യിൽ നിന്ന് 12ലേക്ക് ഷോൾഡറിൻ്റെ പകുതി എടുത്ത് അടയാളപ്പെടുത്തുക. സ്ക്വയർ ഡൗൺ അപ് ടു ചെസ്റ്റ് ലൈൻ ടു മാർക്ക് 13. 12ൽ നിന്ന് താഴെ 13ലേക്ക് വരയ്ക്കുക. അതേ അളവ് തന്നെ നമ്മൾ ഫ്രണ്ട് ഷോൾഡറിന് വേണ്ടിയിട്ട് 1ൽ നിന്ന് 14ലേക്ക് എടുക്കുക. 1 to 14 is equal to 0 to 12. സ്ക്വയർ ഡൗൺ ടിൽ 15. 14ൽ നിന്ന് താഴെ 15ലേക്ക് വരയ്ക്കുക.
12 to 16 is equal to 1.5 സെൻറ്റിമീറ്റർ. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് 12 നിന്നും 16ലേക്ക് 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതേ അളവ് തന്നെ 14 നിന്ന് 17ലേക്ക് അടയാളപ്പെടുത്തുക. 14 to 17 is equal to 12 to 16. Join 8 to 16 and 9 to 17. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാം. മാർക്ക് പോയിന്റ് 18 where the chest line 6 to 7 intersect the center line 4 to 5. 6 to 7 എന്ന് പറയുന്ന ലൈൻ 4 to 5നെ കടന്നു പോകുന്ന പോയിന്റാണ് 18. Take the midpoint of 15 and 17 and mark A. 15 മുതൽ 17 വരെയുള്ള അളവിൻ്റെ പകുതി എടുത്ത് A എന്ന് അടയാളപ്പെടുത്തുക. A1 1.5 സെൻറ്റിമീറ്റർ. Complete the curve by joining 17, A1 and 18. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് 17നെയും A1നെയും 18നെയും കൂടെ യോജിപ്പിക്കുക. ഇനി ബാക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് ടേക്ക് ദ മിഡ് പോയിന്റ് ഓഫ് 13 and 16 and mark B. Complete the curve by joining 16, B, 18. 16നെയും Bയെയും 18നെയും കൂടെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആം ഹോൾ കിട്ടി. ഈ രണ്ട് ആം ഹോളും ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാം. അടുത്തത് സൈഡ് സീം. മെഷർ 1.5 സെൻറ്റിമീറ്റർ ഫ്രം പോയിന്റ് 5 ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് മാർക്ക് 5A ആൻഡ് 5B. 5ൽ നിന്ന് ഇടത്തേക്കും വലത്തേക്കും 1.5 സെൻറ്റിമീറ്റർ മാറ്റി അടയാളപ്പെടുത്തുക. ജോയിൻ 18 to 5A ആൻഡ് 18 to 5B ഫോർ സൈഡ് സീം. 18നെ 5Aയിലേക്കും 5Bയിലേക്കും യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് സൈഡ് സീം കിട്ടി. ഇനി വരുന്നത് ഡാർട്ട്. ഡാർട്ട് വരയ്ക്കുന്നതിന് ആവശ്യമുള്ള മെഷർമെൻറ്റ്സ്: ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് 24 സെൻറ്റിമീറ്റർ, ബസ്റ്റ് പോയിന്റ് ടു ബസ്റ്റ് പോയിന്റ് 18 സെൻറ്റിമീറ്റർ, ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് ഇൻടേക്ക് 4.5 സെൻറ്റിമീറ്റർ, ബാക്ക് വേസ്റ്റ് ഡാർട്ട് ഇൻടേക്ക് 3.5 സെൻറ്റിമീറ്റർ, ഷോൾഡർ ഡാർട്ട് ഇൻടേക്ക് 2.4 സെൻറ്റിമീറ്റർ. ഡാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ ബസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റും ബസ്റ്റ് പോയിന്റ് ടു ബസ്റ്റ് പോയിന്റ് ഈ രണ്ട് മെഷർമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ബോഡീസിൻ്റെ പകുതി ഭാഗമേ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബസ്റ്റ് പോയിന്റിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അതായത് 18 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 9 സെൻറ്റിമീറ്റർ. ഷോൾഡറിൽ നിന്ന് 24 സെൻറ്റിമീറ്റർ താഴേക്കും 1 to 3 എന്ന് പറയുന്ന ലൈനിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് മാറ്റി ബസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തുക. ഇനി ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട്. മെഷർ 3 സെൻറ്റിമീറ്റർ ഡൗൺ ഫ്രം ബസ്റ്റ് പോയിന്റ് ആൻഡ് ലേബൽ ഡാർട്ട് പോയിന്റ് ആസ് D. നമ്മൾക്കിപ്പോൾ കിട്ടിയ ബസ്റ്റ് പോയിന്റിൽ നിന്നും 3 സെൻറ്റിമീറ്റർ താഴേക്ക് മാറ്റി D എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഫ്രം D, ഡ്രോ എ ലൈൻ ഡൗൺ ടിൽ ദ വേസ്റ്റ് ലൈൻ ആൻഡ് മാർക്ക് X. ഡിയിൽ നിന്ന് താഴെ വേസ്റ്റ് ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. X1 ഹാഫ് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് ടുവേർഡ്സ് ലെഫ്റ്റ്, X2 ഹാഫ് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് ടുവേർഡ്സ് റൈറ്റ്. ഇനി നമ്മളുടെ വേസ്റ്റ് ഡാർട്ടിൻ്റെ ആകെയുള്ള വിഡ്ത്തിൻ്റെ പകുതി X1ലേക്കും മറ്റേ പകുതി X2ലേക്കും മാർക്ക് ചെയ്യുക. ജോയിൻ X1 D X2. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് കിട്ടും.
ഇനി നമ്മൾ പോകുന്നത് ബാക്ക് വേസ്റ്റ് ആർട്ടിലേക്കാണ്. ഫ്രണ്ട് ബോഡീസിൽ ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തതുപോലെ ബാക്ക് ബോഡീസിലും ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. മെഷർ 1 cm right from the bust point and label dot point D. ബസ്റ്റ് പോയിന്റിൽ നിന്ന് വലത്തേക്ക് 1 cm മാറ്റി D എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഫ്രം D, draw a line down till the waistline and mark Y. ഡിയിൽ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. YY1 ഹാഫ് വേസ്റ്റ് ഡാർട്ട് വിത്ത് ടുവേർഡ്സ് ലെഫ്റ്റ്. YY2 ഹാഫ് വേസ്റ്റ് ഡാർട്ട് വിത്ത് ടുവേർഡ്സ് റൈറ്റ്. ഇനി വൈയിൽ നിന്ന് ഇടത്തേക്കും വലത്തേക്കും വേസ്റ്റ് ഡാർട്ടിൻ്റെ പകുതി വീതം അടയാളപ്പെടുത്തുക. ജോയിൻ Y1 D Y2. അപ്പോൾ നമുക്ക് ബാക്ക് വേസ്റ്റ് ഡാർട്ട് കിട്ടും. അവസാനമായി ഷോൾഡർ ഡാർട്ട്. ഫ്രണ്ട് ബോഡീസിലാണ് ഷോൾഡർ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ഷോൾഡർ ലൈൻ ആൻഡ് മാർക്ക് Z. 9:17 ആണ് ഷോൾഡർ ലൈൻ. അതിൻ്റെ മിഡ് പോയിന്റ് Z മാർക്ക് ചെയ്യുക. ഡ്രോ എ ലൈൻ ഫ്രം Z ഡയറക്റ്റിംഗ് ടു ബസ്റ്റ് പോയിന്റ് away by 3.5 cm and mark dot point D. ഇനി സെഡിൽ നിന്നും ബസ്റ്റ് പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ബസ്റ്റ് പോയിന്റിൽ നിന്ന് 3.5 cm അകലത്തിലായിരിക്കണം ഈ ലൈൻ അവസാനിക്കുന്നത്. സെറ്റ് ടു Z1 ഹാഫ് ഷോൾഡർ ഡാർട്ട് വിത്ത് ടുവേർഡ്സ് ലെഫ്റ്റ്. Set to Z2 half shoulder dart width towards right. Join Z1 D Z2. ഇപ്പോൾ നമുക്ക് ഷോൾഡർ ഡാർട്ടും കംപ്ലീറ്റ് ആയി. അവസാനമായി ഓരോ ഡാർട്ടിനും ഡാർട്ട് അലവൻസ് കൊടുക്കണം. ഇതിനായി ഡാർട്ടിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നും ഹാഫ് ഡാർട്ട് വിഡ്ത്ത് താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം 2 ഡാർട്ട് ലെഗും ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്ലൈ ഡാർട്ട് അലവൻസ് ഫോർ ഓൾ ദ ഡാർട്ട്സ്. ഡാർട്ട് അലവൻസ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഡാർട്ട് വിഡ്ത്ത് extended in the direction of center line and joined at the ends. Complete the pattern with required pattern information. ഇനി പാറ്റേണിൽ ആ പാറ്റേണിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക. ബേസിക് ബോഡീസിൻ്റെ ഡ്രാഫ്റ്റിംഗ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു നോക്കുക. ഈ ബോക്സിൽ ഡാർട്ട് ഇൻടേക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബേസിക് ബോഡീസിൻ്റെ ഡ്രാഫ്റ്റിംഗ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. താങ്ക് യു.